എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജോമെട്രി ആൻഡ് ഓൾജിബ്ര, ജ്യാമിതിയും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ റിവിഷനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സും ക്വസ്റ്റ്യൻസും നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രം 2, 1 അതിലെ ഒരു ബിന്ദു 8, 9 വൃത്തത്തിൻ്റെ ആരം കണക്കാക്കുക, വൃത്തത്തിൻ്റെ സമവാക്യം എഴുതുക. അപ്പോൾ എന്താണ് വൃത്തത്തിൻ്റെ സമവാക്യം? ഇക്വേഷൻ ഓഫ് എ സർക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കോൺസെപ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്താണ് വൃത്തത്തിൻ്റെ സമവാക്യം? ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഒരു സർക്കിൾ ഉണ്ട്, അതിലെ സെൻറ്ററാണ് x1 y1. സെൻറ്റർ കേട്ടുല്ലോ, സെൻറ്ററാണ് x1 y1. xy എന്നുള്ളത് എന്താണ്? സർക്കിളിലെ ഒരു പോയിൻ്റാണ്, വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് xy. r എന്താണ്? റേഡിയസ് ആണെങ്കിൽ റേഡിയസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് x മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. എന്താ? ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അതിൻ്റെ എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ. അതായിരിക്കും എന്ത്? വൃത്തത്തിൻ്റെ ആരം. അതായത് നമുക്ക് അറിയാലോ, ഡിസ്റ്റൻസ് കോർഡിനേറ്റ്സിൽ നമ്മൾ പഠിച്ചു. ഈ കോർഡിനേറ്റ്സുമായിട്ട് കുറേ ബന്ധമുള്ളതാണ് ഈ ഓൾജിബ്രയും ജോമെട്രിയും. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? ഇത് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ്? എക്സ് കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസിൻ്റെ സ്ക്വയർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് അറിയാം. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് എന്താണ്? ഇത് ഒരു സർക്കിൾ ആയതുകൊണ്ടും ഈ ഒരു പോയിൻ്റ് സെൻറ്ററും ഈ ഒരു പോയിൻ്റ് സർക്കിളിലെ ഒരു ബിന്ദു ആയതുകൊണ്ടും ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ? ഇതാണ്. ഇനി അടുത്തത് സമവാക്യം, ഇക്വേഷൻ. അതായത് എന്താ? വൃത്തത്തിൻ്റെ സമവാക്യം. എന്താണ് വൃത്തത്തിൻ്റെ സമവാക്യം? എക്സ് മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് y1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അതായത് ഇവിടെ നമ്മൾ ആറിനെ കണ്ടുപിടിച്ചു അല്ലേ? ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ആരം എന്താണെന്നുള്ളത് ഇവിടെ കണ്ടുപിടിച്ചു. ഇതിനെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ ഇക്വേഷൻ മൊത്തത്തിൽ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ മൊത്തത്തിൽ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ, പിന്നെ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്താവും? ഈ റൂട്ട് അങ്ങോട്ട് മാറും, ഈ റൂട്ട് പോവും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? എക്സ് മൈനസ് x1 സ്ക്വയർ പ്ലസ് വൈ മൈനസ് y1 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പോൾ സമവാക്യം പഠിച്ചു വയ്ക്കുക. പഠിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ പഠിച്ചിട്ട് കാര്യമില്ല, ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. എക്സും വൈയും എന്താണ്? വൃത്തത്തിലെ ബിന്ദു. x1 y1 എന്താണ്? വൃത്തത്തിൻ്റെ കേന്ദ്രം. ആറ് വൃത്തത്തിൻ്റെ റേഡിയസ്. ഇനി സമവാക്യം എഴുതുമ്പോൾ എക്സിനും വൈക്കും വാല്യൂ ഉണ്ടാവില്ല, എക്സെന്നും വൈന്നും തന്നെ കൊടുക്കണം. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആ സർക്കിളിലെ ഏത് പോയിൻറ്റിനും എക്സിന് ഒരു വാല്യൂ വൈക്ക് ഒരു വാല്യൂ കൊടുത്താൽ ഇക്വേഷൻ ട്രൂ ആവും. അപ്പോൾ എക്സിന് വാല്യൂ കറക്റ്റായിട്ട് കൊടുക്കരുത്, എന്താ? എക്സെന്ന് തന്നെ കൊടുക്കണം, വൈന്നും കൊടുക്കണം. അപ്പോൾ സമവാക്യം എഴുതുമ്പോൾ എക്സും വൈയും കാണും. അപ്പോൾ തന്നിരിക്കുന്നത് എന്താ? x1 y1, അതായത് സെൻറ്ററാണ് തന്നത്, അത് 2, 1. ഇനി അതിലൊരു ബിന്ദു, അപ്പോൾ അതേതാ? എക്സ് വൈ എന്താണ്? 8, 9 ആണ്. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിൻ്റെ ആരം എങ്ങനെ കണക്കാക്കാം? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് x1 സ്ക്വയർ. 8 മൈനസ് 2 എത്രയാ? 6 സ്ക്വയർ പ്ലസ് 9 മൈനസ് 1 എത്രയാ? 8 സ്ക്വയർ ഈക്വൽ ടു 6 സ്ക്വയർ എത്രയാ? 36. 8 സ്ക്വയർ എത്രയാ? 64 ഈക്വൽ ടു എത്രയാ? 100. 100ൻ്റെ സ്ക്വയർ 10, 10 × 10 ആണ് 100. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് വൃത്തത്തിൻ്റെ ആരം. കിട്ടിയല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വൃത്തത്തിൻ്റെ സമവാക്യം കണ്ടുപിടിക്കണം. വൃത്തത്തിൻ്റെ സമവാക്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്താണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ? എന്താണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ? എന്താ? എക്സ് മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇവിടെ എക്സിന് പകരം വല്ല വാല്യൂം കൊടുക്കണോ? ഇവിടെ 8, 9 വൃത്തത്തിലൊരു ബിന്ദുവും തന്നിട്ടുണ്ട്, ഇത് കൊടുക്കാൻ പാടുണ്ടോ? ഇവിടെ സമവാക്യം ചോദിക്കുമ്പോൾ എക്സിനും വൈക്കും വല്ല കൊടുക്കരുത്. അപ്പോൾ ഇവിടെ എക്സിന് എക്സ് തന്നെ കൊടുക്കുക, x1ന് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. കാരണം x1 എന്താണ്? സെൻറ്ററാണ് അല്ലേ? വൃത്തത്തിൻ്റെ കേന്ദ്രമാണ്. അപ്പോൾ x1നും y1നും വാല്യൂ കൊടുക്കുക, xyക്ക് കൊടുക്കരുത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വൃത്തത്തിൻ്റെ സമവാക്യമാണ്. വൃത്തത്തിൻ്റെ സമവാക്യം. അപ്പോൾ വൃത്തത്തിലെ ഏതൊരു ബിന്ദുവും ആ സമവാക്യം അനുസരിക്കും. അപ്പോൾ ആ ബിന്ദുവാണ് എക്സ് വൈ എന്നുള്ളത്. ആ ബിന്ദുവിന് പിന്നെയാണ് നമ്മൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ എക്സിന് എക്സ് എന്ന് കൊടുക്കുക, x1ന് 2 എടുത്തു,
സ്ക്വയർ പ്ലസ് വൈക്ക് വൈ എന്ന് തന്നെ കൊടുക്കുക, y1ന് 1 എന്ന് എടുത്തു, സ്ക്വയർ ഈക്വൽ ടു ആറിന് എത്രയായിരുന്നു വാല്യൂ 10, അപ്പോൾ 10 സ്ക്വയർ, അപ്പോൾ എത്രയാ 100. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. സിയുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. അപ്പോൾ എന്താണ് സിയുടെ സൂചക സംഖ്യകൾ, സിയുടെ കോർഡിനേറ്റ്സ് കണക്കാക്കണം. ഇനി വികർണം AC എന്താണ്, ഡയഗണൽ ACയുടെ ചെരിവ് സ്ലോപ്പ് കണക്കാക്കുക. AC ഇവയിലൂടെ കടന്നു പോകുന്ന വരയുടെ സമവാക്യം എഴുതുക. എയും സിയും എന്ന 2 ബിന്ദുവിലൂടെ 2 പോയിൻറ്റ്സിലൂടെ പോകുന്ന വര അതെന്താണ്, അതാണ് വികർണം, അല്ല വികർണം ഡയഗണൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇനി ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകും. ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സിയുടെ സൂചക സംഖ്യ, അതായത് ഈ പാരലോഗ്രാമിൽ ഈ സി എന്ന ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല, ബാക്കി 3 എണ്ണത്തിൻ്റെ കോർഡിനേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൂലയിൽ സി എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കോൺസെപ്റ്റ് ഏതാണ്, ഇതാണ് കോൺസെപ്റ്റ്. ഇത് നോക്കിയേ, ഇവിടെ ഒരു ചിത്രത്തിൽ എന്തുണ്ട്, ഒരു പാരലോഗ്രാം ഉണ്ട്, അതിൽ എല്ലാ വെർട്ടിസസിൻ്റെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, അതായത് എല്ലാ മൂലകളുടെയും സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ എതിർമൂലകളിലെ എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ, മറ്റ് എതിർമൂലകളിലെ എക്സ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്താൽ രണ്ടിൻ്റെയും സമ്മ് തുക എന്തായിരിക്കും, തുല്യമായിരിക്കും. അതായത് എയുടെ എക്സ് കോർഡിനേറ്റ് x1ഉം സിയുടെ എക്സ് കോർഡിനേറ്റ് x3യും. അപ്പോൾ x1 + x3 എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും, ബിയുടെ എക്സ് കോർഡിനേറ്റ് ആയ x2ഉം ഡിയുടെ എക്സ് കോർഡിനേറ്റ് ആയ x4നോടും അതിൻ്റെ തുകയോട് തുല്യമായിരിക്കും. അപ്പോൾ x1 + x3 = എന്താ, x2 + x4. അതുപോലെ തന്നെയാണ് y കോർഡിനേറ്റ്സും, y1 + y3 = എന്താ, y2 + y4. മനസ്സിലായില്ല? അപ്പോൾ ഇതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ മൊത്തം അങ്ങ് കവർ ചെയ്ത് പോവുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലെ കീ കോൺസെപ്റ്റ്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റ്സ് ഒക്കെ ഈ ക്വസ്റ്റ്യൻ വഴി നമ്മൾ പഠിച്ചു തീർക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു വയ്ക്കുക, എന്താണ് ഒരു പാരലോഗ്രാമിൻ്റെ എതിർമൂലകളിലെ സൂചക സംഖ്യകൾ, എക്സ് സൂചക സംഖ്യകളുടെ തുക എന്തായിരിക്കും, തുല്യമായിരിക്കും. വൈ സൂചക സംഖ്യകളുടെ തുകയും എന്തായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മൂലകളുടെ ബിയുടെയും ഡിയുടെയും അറിയാം അല്ലേ. 5ഉം 4ഉം എത്രയാണ് കൂട്ടുമ്പോൾ 9. ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഏതാ 5, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 4. അപ്പോൾ 5ഉം 4ഉം 9. ഇനി എയുടെയും സിയുടെയും കൂടി കൂട്ടുമ്പോഴും 9 കിട്ടണമല്ലോ. അപ്പോൾ ഇവിടെ എക്ക് എത്രയാ 1, അപ്പോൾ സിക്ക് എത്ര വന്നാലാണ് 9 കിട്ടുക, 8 അല്ലേ. 8 + 1 9. അടുത്തത് നോക്കിയേ, ഇവിടുത്തെ വൈ കോർഡിനേറ്റ്, ബിയുടെ വൈ കോർഡിനേറ്റ് 3, ഡിയുടെ വൈ കോർഡിനേറ്റ് എത്രയാ 6. അപ്പോൾ 6 + 3 9 തന്നെ. അപ്പോൾ ഇവിടെയും എത്ര എണ്ണം കിട്ടണം, 9 കിട്ടണം. അപ്പോൾ എയുടെയും സിയുടെയും വൈ കോർഡിനേറ്റ് കൂട്ടുമ്പോൾ 9 കിട്ടണം. അപ്പോൾ എയുടെ വൈ സൂചക സംഖ്യ എന്താ 2. അപ്പോൾ ബിയുടെ എത്രയായിരിക്കണം, 9 കിട്ടണമെങ്കിൽ 7. 2 + 7 അല്ലേ 9. അപ്പോൾ സിയുടെ കോർഡിനേറ്റ്സ് എന്ത് കിട്ടി, സിയുടെ കോർഡിനേറ്റ്സ് 8 7. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വികർണം ACയുടെ ചെരിവ്, അതായത് ഡയഗണൽ AC സ്ലോപ്പ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക, സ്ലോപ്പ് ഓഫ് എ ലൈൻ വെൻ 2 പോയിൻറ്റ്സ് ആർ ഗിവൺ. 2 പോയിൻറ്റ്സ് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് പോയിൻറ്റ്സിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക, അതെ ഇവിടെ ഒരു പോയിൻ്റ് x1 y1, ഈ ലൈനിലെ മറ്റൊരു പോയിൻ്റ് x2 y2 ആണെങ്കിൽ ഈ വരയുടെ ചെരിവ് എന്ന് പറയുന്നത് എന്താണ്, ആ വരയിലെ 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വരയുടെ ചെരിവ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, വൈ കോർഡിനേറ്റ്സിൻ്റെ വ്യത്യാസം ബൈ എക്സ് കോർഡിനേറ്റ്സിൻ്റെ വ്യത്യാസം, y2 - y1 ബൈ x2 - x1. അപ്പോൾ ഇവിടെ എയും സിയും ആണ് എന്ത്, 2 ബിന്ദുക്കൾ. ACയുടെ ചെരിവാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, സ്ലോപ്പ് ഓഫ് AC. അപ്പോൾ എ എത്രയാ, A 1 2ഉം സി എന്താ 8 7ഉമാണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും, y2 - y1. അപ്പോൾ ഇത് നമുക്ക് x1 y1 ആണ്, ഇതിനെ x2 y2 ആയിട്ട് എടുക്കാം. അപ്പോൾ y2 - y1 എന്താ 7 - 2 ബൈ x2 - x1 8 - 1. 7 - 2 എന്താ 5, 8 - 1 എന്താ 7. അപ്പോൾ സ്ലോപ്പ് എത്ര കിട്ടി, 5/7. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇക്വേഷൻ ഓഫ്
ലൈൻ ഏതാ? എ സി, എയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന ലൈൻ്റെ എ സിയുടെ ഇക്വേഷൻ എന്നല്ല, എ എന്ന ബിന്ദുവിലൂടെയും സി എന്ന ബിന്ദുവിലൂടെയും കടന്നു പോകുന്ന വരയുടെ സമവാക്യം. അപ്പോൾ എന്താണ് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട്? ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഇതാ സമവാക്യം ഇക്വേഷൻ y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ആ വരയിലെ ഒരു ബിന്ദു കിട്ടിയാൽ മതി. ഒരേ ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പോയിൻ്റാണ് x1 y1. പിന്നെ സമവാക്യം എഴുതും എക്സിനും വൈക്കും വാല്യൂ കൊടുക്കരുത്, എക്സെന്നും വൈന്നും തന്നെ ഇടണം. അപ്പോൾ സമവാക്യം, വരയുടെ സമവാക്യം, നേരത്തെ നമ്മൾ വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ ഇക്വേഷൻ പഠിച്ചു. ഇപ്പോൾ നമ്മൾ ലൈൻ്റെ ഇക്വേഷൻ, വരയുടെ സമവാക്യമാണ് പഠിക്കണേ. വരയുടെ സമവാക്യം എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. ഇതിൽ x1 y1 എന്താ? ആ വരയിലെ ഒരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യ. സ്ലോപ്പ് എന്താണ്? ആ വരയുടെ ചെരിവ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്താണ്? y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. ഇതിൽ വൈക്ക് വില കൊടുക്കണോ? വേണ്ട, വൈക്ക് വൈ തന്നെ ഇടണം. y1 നമുക്ക് ഏതെടുക്കാം? ഒന്നുകിൽ എ എടുക്കാം, എയുടെ വൈ കോർഡിനേറ്റ് എടുക്കാം, അല്ലെങ്കിൽ സിയുടെ വൈ കോർഡിനേറ്റ് എടുക്കാം. അപ്പോൾ എയും സിയിലൂടെയും കടന്നു പോകുന്ന ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി ഇവിടം വരെയുള്ള ലൈൻ എന്നല്ല, ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോണ ഈ ഒരു വരയുടെ സമവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എയുടെ വൈ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എടുക്കാം, അല്ലെങ്കിൽ സിയുടെ എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. അപ്പോൾ നമുക്ക് എ എന്ന ബിന്ദുവിന് എടുക്കാം. അപ്പോൾ y മൈനസ് y1 എന്താ? y മൈനസ് 2 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. x1 പകരം എന്തെടുക്കാം? 1, എക്സ് മൈനസ് 1. അപ്പോൾ സ്ലോപ്പിന് പകരം എന്താണ്? സ്ലോപ്പിന് പകരം ഇവിടെ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചതാണ് 5/7 എന്നുള്ളത്. അപ്പോൾ സമവാക്യം എന്ത് കിട്ടി? അപ്പോൾ ഇത് ഇങ്ങനെ എഴുതിയാൽ പോരാ, ഇതിനെ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് 7 ഉണ്ട്. ഈ 7 നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതെന്തായി മാറും? 7 ഇൻറ്റു y മൈനസ് 2 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് മൈനസ് 1. ബ്രാക്കറ്റ് കളയുക. അപ്പോൾ 7 ഇൻറ്റു y 7y മൈനസ് 7 ഇൻറ്റു 2 14 ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് 5x 5 ഇൻറ്റു 1 എന്താ? മൈനസ് 5. ഇനി ഇവിടുത്തെ 7y 5x ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് 5x ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്? -5 ഉണ്ട് അല്ലേ? ഈ -14 ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തായി? +14. എന്താണ് +14? 9. അപ്പോൾ എന്താണ് ഇതിൻ്റെ സമവാക്യം? 7y മൈനസ് 5x ഈക്വൽ ടു 9. ഇതാണ് വരയുടെ സമവാക്യം. നിങ്ങളുടെ ആൻസർ കീയിൽ ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഇതാക്കി എഴുതിയിട്ടുണ്ട്. അതായത് ആദ്യം തന്നെ എക്സിൻ്റെ ടേം കൊടുത്തു, പിന്നെ വൈയുടെ ടേം, പിന്നെ കോൺസ്റ്റൻറ്റ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം എക്സിൻ്റെ ടേം കൊടുക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരണ കാരണം ഈ നെഗറ്റീവ് കളയാൻ വേണ്ടി ഈ ഇക്വേഷൻ മൊത്തം നമുക്ക് നെഗറ്റീവ് കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 7y നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ എന്താവും? -7y ആവും. -5x നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ +5x ആവും. 9 നെഗറ്റീവ് കൊണ്ട് ഗുണിച്ചാൽ -9 ആവും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5x മൈനസ് 7y. ഈ -9 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +9 ഈക്വൽ ടു 0. ഇതാണ് സമവാക്യം, എന്താ? ഇക്വേഷൻ ഓഫ് ദ ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുമോ? അതായത് നമ്മളിപ്പോൾ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ, അത് ഏതിൻ്റെ ഇക്വേഷനാണ്? ഒരു ലൈൻ്റെ ഇക്വേഷൻ. ആ ലൈൻ എയും സിയും എന്ന ഈ രണ്ട് ബിന്ദുക്കളിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈനാണ്. ആ ലൈൻ്റെ ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. ഈ ലൈൻ ഒറിജിനിൽ കൂടെ കടന്നു പോകുമോ, ഒറിജിൻ പാസ് ചെയ്ത് പോവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറിജിൻ്റെ സൂചക സംഖ്യ എന്താണ്? ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0 0. നമ്മൾ എന്ത് ചെയ്യണം? എക്സിനും വൈക്കും 0 0 കൊടുത്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? 5 ഇൻറ്റു 0 മൈനസ് 7 ഇൻറ്റു 0 പ്ലസ് 9 ഈക്വൽ ടു 0. എന്ത് കിട്ടും? ഇത് 0 ആയി, ഇതും 0 ആയി, ബാക്കി എന്ത്? 9 ഈക്വൽ ടു 0. എന്താ? അത് റോങ് ആണ് അല്ലേ? അപ്പോൾ ഇത് ഒരിക്കലും ഒറിജിനിൽ കൂടെ പാസ് ചെയ്ത് പോണ ലൈനല്ല. എന്ത് ചെയ്യണം? ഏതൊരു ബിന്ദുവും ആ ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുമെന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആ ലൈനിൻ്റെ ഇക്വേഷനിൽ XYക്ക് പകരം ആ ഒരു
പോയിൻറ്റിൻ്റെ കോർഡിനേറ്റായ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും കൊടുത്തു നോക്കുക. അതിൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ ആ ഇക്വേഷൻ ട്രൂ ആവണുണ്ടോ നോക്കുക. ട്രൂ ആവണില്ലെങ്കിൽ ആ ലൈൻ അതിൽ കൂടെ കടന്നു പോകണില്ല. ഇനി ഇങ്ങനെ അല്ലാണ്ടും വേറൊരു രീതിയിലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഒറിജിനിൽ കൂടെ കടന്നു പോകുമെന്ന് അറിയാനായിട്ട് ഇതിൻ്റെ ഈ വരയുടെ ചെരിവ് എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ് ഈ സ്ലോപ്പ് = 5/7 ആണ്. അതായത് ഈ വരയിലെ ഏത് 2 ബിന്ദുക്കൾ എടുത്തിട്ട് സ്ലോപ്പ് നോക്കിയാലും എന്ത് കിട്ടും? 5/7 കിട്ടും. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് 0 0 ആധാരബിന്ദു ഈ വരയുടെ ബിന്ദു ആണോ, ബിന്ദു ഈ വരയിൽ ഉണ്ടാവോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഒരു ബിന്ദു 0 0 എടുക്കുക, ഒരു പോയിൻ്റ് ഈ ഒരു പോയിൻ്റ് വരയിലുള്ള പോയിൻ്റ് തന്നെ 1 2 എടുക്കുക. എന്നിട്ട് നമ്മൾ സ്ലോപ്പ് ചെക്ക് ചെയ്യുക. സ്ലോപ്പ് എത്രയാണ്? y2 - y1 ഏതാ? 2 - 0 2 ബൈ x2 - x1 എന്താ? 1 - 0. എത്രയാണ് സ്ലോപ്പ് കിട്ടിയത്? 2 ആണ് കിട്ടിയത്. നമുക്ക് കിട്ടേണ്ട സ്ലോപ്പ് ഏതാ? 5/7 ആണ്. അപ്പോൾ ഈ ലൈനിലെ ഏത് 2 ബിന്ദുക്കൾ എടുത്ത് സ്ലോപ്പ് നോക്കിയാലും 5/7 കിട്ടണം. ഇവിടെ നമ്മൾ 2 ബിന്ദുക്കൾ എടുത്തു. ഒന്ന് ഏത് ബിന്ദു എടുത്തത്? ഒറിജിനാണ് എടുത്തത്. പിന്നെ എടുത്തത് എ എന്ന ബിന്ദു. ഈ 2 ബിന്ദുക്കളും കൂടി സ്ലോപ്പ് നോക്കിയപ്പോൾ കിട്ടിയത് ഏതാ? 2 ആണ്. അതിൻ്റെ അർത്ഥം ഈ ഒറിജിൻ എന്ന് പറയുന്നത് ഈ ലൈനിലുള്ള ബിന്ദു അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചിത്രത്തിൽ ABC എന്ന ത്രികോണത്തിൻ്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് PQR. PQ എന്നിവയുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. PR, AQ എന്നീ വരകൾ മുറിച്ചു കടക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. PQR എന്ന ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം കണക്കാക്കുക. ഇനി ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ട കോൺസെപ്റ്റ് എന്താണ്? നമുക്ക് മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഒരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ആ ലൈൻ്റെ മധ്യബിന്ദു മിഡ് പോയിൻ്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ലൈൻ്റെ അറ്റത്തെ 2 ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ, 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ എക്സ് സൂചക സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയും വൈ സൂചക സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിൻ്റെ പകുതിയും എടുത്താൽ എന്താവും? മധ്യബിന്ദു കിട്ടും. മനസ്സിലായല്ലോ? എ എന്ന ബിന്ദു x1 y1, ബി എന്ന ബിന്ദു x2 y2 ആണെങ്കിൽ AB എന്ന ലൈനിൻ്റെ മിഡ് പോയിൻ്റ് M എന്തായിരിക്കും? x1 + x2/2ഉം y1 + y2/2 ആണ്. എയും ബിയും എന്താണ്? ഏതെങ്കിലും 2 ബിന്ദുക്കളല്ല, അറ്റത്തുള്ള 2 ബിന്ദുക്കളാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ത്രികോണം ഉണ്ട്. ത്രികോണം ABC അല്ലേ? ട്രയാങ്കിൾ ABC. ഈ AB എന്ന വശത്തിൻ്റെ മിഡ് പോയിൻ്റാണ് P, AC എന്ന വശത്തിൻ്റെ മിഡ് പോയിൻ്റാണ് Q, BC എന്ന സൈഡിൻ്റെ മിഡ് പോയിൻ്റാണ് R. അപ്പോൾ ഈ മധ്യബിന്ദുക്കൾ PQR ഇത് മൂന്നും കൂടി യോജിപ്പിച്ചിട്ട് വേറൊരു ത്രികോണം, വേറൊരു ട്രയാങ്കിൾ, ഒരു ചെറിയ ട്രയാങ്കിൾ കിട്ടി PQR. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? Pയുടെയും Qയുടെയും കോർഡിനേറ്റ്സ് എന്താണ്? Pൻ്റെയും Qൻ്റെയും സൂചക സംഖ്യകൾ കണക്കാക്കുക. എങ്ങനെയാണ് കണക്കാക്കുക? പറഞ്ഞിട്ടുണ്ട്. Pയും Q ഒക്കെ എന്താണ്? വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് അല്ലേ? ത്രികോണമായ ABCയുടെ വശങ്ങളുടെ മധ്യബിന്ദുക്കളാണ് PQR. അപ്പോൾ ABയുടെ മധ്യബിന്ദുവാണ് P. അപ്പോൾ അതിൻ്റെ ഇതെങ്ങനെയാണ് കണക്കാക്കുക? P എങ്ങനെ കണക്കാക്കാം? എയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്യുക. എന്തായിരിക്കും? എയുടെ എക്സ് കോർഡിനേറ്റ് 3, ബിയുടെ 1. അപ്പോൾ 3 + 1 എന്നിട്ട് അതിൻ്റെ പകുതി. അടുത്തത് എന്താ? എയുടെ വൈ കോർഡിനേറ്റ് ബിയുടെയും വൈ കോർഡിനേറ്റ് എന്താ? 6 + 0 എന്നിട്ട് അതിൻ്റെയും പകുതി. അപ്പോൾ എന്തായിരിക്കും? പിയുടെ കിട്ടി, കോർഡിനേറ്റ്സ് കിട്ടിയല്ലോ. 3 + 1 4, 4/2 എന്താ? 2. 6 + 0 6, 6/2 എന്താ? 3. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് കിട്ടി. എന്ത് കിട്ടി? 2 3. ഇനി അടുത്തത് നമുക്ക് ക്യൂവിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂവിൻ്റെ ഇതേപോലെ തന്നെ എങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ വരച്ച ഇതിൽ ഒരു തെറ്റുണ്ടായിരുന്നു. ക്യൂ ഇവിടെയാണ്, 6 ആണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ക്യൂവിൻ്റെ മിഡ് പോയിൻ്റ് ആണ്, ക്യൂവിൻ്റെ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്യൂ ഏത് ലൈൻ്റെ മിഡ് പോയിൻ്റ് ആണ്? BCയുടെ മിഡ് പോയിൻ്റ് ആണ് എന്തായിട്ട് വരണത്? ക്യൂ ആയിട്ട് വരണത്. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ് എങ്ങനെ കിട്ടും? ബിയുടെ എക്സ് കോർഡിനേറ്റ് 1, സിയുടെ എക്സ് കോർഡിനേറ്റ് 11/2. ഇനി ബിയുടെ വൈ കോർഡിനേറ്റ് 0, സിയുടെ വൈ കോർഡിനേറ്റ് 0, 0/2. ഇതാണ് ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ്. അപ്പോൾ ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 1 + 11/2, അതായത് 12/2 6. 0/2 എന്താ? 0. അപ്പോൾ ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ എന്ത് കിട്ടി? 6 0. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. PR
AQ എന്നീ വരകൾ മുറിച്ച് കടക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഏതൊക്കെ വരകളാണ്? PR ഈ ഒരു ലൈനും പിന്നെ AQ ഈ ഒരു ലൈൻ. ഈ രണ്ട് ലൈനും മുറിച്ച് കടക്കുന്ന ബിന്ദു ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് പിയുടെ സൂചക സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു 2, 3. ഇനി ആറിൻ്റെ സൂചക സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാം. ആറിൻ്റെ സൂചക സംഖ്യ എത്രയായിരിക്കും? AC-യുടെ മധ്യബിന്ദു ആണ് 6. അപ്പോൾ എയുടെ എക്സ് കോർഡിനേറ്റിൻ്റെ തുക, എയുടെയും സിയുടെയും എക്സ് കോർഡിനേറ്റ്സിൻ്റെ തുകയുടെ പകുതി. അപ്പോൾ 11 + 3 എത്രയാ? 14. 14/2 7. മനസ്സിലായില്ല എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? 3 + 11/2. അടുത്തത് എന്താ? y1 + y2/2. ഇവിടെ 6 + 0/2. അപ്പോൾ എത്രയാ? 14/2 എത്രയാ? 7. ഇനി 6/2 എത്രയാ? 3. അപ്പോൾ ഇതിലെ കോർഡിനേറ്റ്സ് സൂചക സംഖ്യകൾ കിട്ടി 7, 3. ഇനി PR-ഉം AQ-വും കടന്നു പോകുന്ന ബിന്ദു എന്തായിരിക്കും? ഈ PR-ൻ്റെയും AQ-വിൻ്റെയും എന്തായിരിക്കും? അതിൻ്റെ മധ്യബിന്ദു ആയിരിക്കും. ഈ രണ്ട് വരകളുടെയും മധ്യബിന്ദു ആയിരിക്കും ഈ കടന്നു പോകുന്നത്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. PR-ൻ്റെ മധ്യബിന്ദു ഏതാ? PR P2 3-യും R എന്താണ്? 7 3-യും. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? S എന്ന് കൊടുക്കാം. ആ S എന്ന മിഡ് പോയിൻ്റ്, എസിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 2 + 7 എന്താ? 2 + 7/2-ഉം അടുത്തത് 3 + 3/2-ഉം. മനസ്സിലായില്ല? ഈ PR എന്ന ഈ ലൈൻ്റെ മധ്യബിന്ദു ഏതാണെന്നാണ് കണ്ടുപിടിക്കണത്. ഏതാ അത്? 9/2-ഉം 6/2. 6/2 എന്താ? 3-യും. അപ്പോൾ S എത്ര കിട്ടി? 9/2-ഉം 3-യും. ഇനി ഇത് തന്നെയാണോ AQ എന്ന ലൈൻ്റെ മധ്യബിന്ദു? അതും കൂടി ചെക്ക് ചെയ്യാം. AQ ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് AQ എന്ന ഈ ലൈൻ്റെ മധ്യബിന്ദു ഏതാണെന്നാണ്. നമ്മൾ നേരത്തെ PR-ൻ്റെ മധ്യബിന്ദു കണ്ടുപിടിച്ചു. ഏതാ? 9/2 3. ഇനി ഇതിലെ മധ്യബിന്ദുവിൻ്റെ കോർഡിനേറ്റ്സ് നോക്കിയേ. 3 + 6 എത്രയാ? 9/2. 6 + 0 എത്രയാ? 6/2. അപ്പോൾ എന്ത് കിട്ടി? 9/2. 6/2-ന് എന്ത് എഴുതാം? 3 എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഈ മിഡ് പോയിൻ്റ് ഈ ലൈനിൻ്റെയും ഈ ലൈനിലും വരുന്ന പോയിൻ്റാണ് അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? PR, AQ എന്നീ വരകൾ മുറിച്ച് കടക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യ ഏത് ബിന്ദു? അതാണ് ഈ മിഡ് പോയിൻ്റ്. അതിൻ്റെ സൂചക സംഖ്യ എന്താണ്? 9/2 3. അടുത്ത ക്വസ്റ്റ്യൻ, PQR എന്ന ത്രികോണത്തിൻ്റെ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കുക. PQR എന്ന ട്രയാങ്കിളിൻ്റെ മധ്യമകേന്ദ്രം. മധ്യമകേന്ദ്രം എന്ന് പറഞ്ഞാൽ എന്താ? മധ്യമകേന്ദ്രം എന്ന് പറഞ്ഞാൽ സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സെൻട്രോയിഡ് എന്നാണ് പറയുക. എന്താണ് ഈ സെൻട്രോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂലയിൽ നിന്ന് അതിൻ്റെ എതിർവശത്തെ മധ്യബിന്ദുവിലേക്കുള്ള ലൈൻ, അതിനെയാണ് മീഡിയൻ എന്ന് പറയുക. അതാ ഇപ്പോൾ ഈ മൂലയിൽ നിന്ന് അതിൻ്റെ എതിർവശമായ ഈ വശത്തെ മിഡ് പോയിൻറ്റിലേക്ക്, മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുകയാണ്. ഓപ്പോസിറ്റ് വെർട്ടക്സിൽ നിന്ന് ഈ സൈഡിലേക്കുള്ള മിഡ് പോയിൻറ്റിലേക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് മീഡിയൻ എങ്ങനെ വരയ്ക്കും? ഈ മൂലയിൽ നിന്ന് ഇതിൻ്റെ എതിർവശം ഏതാ? ഈ വശം. അപ്പോൾ ഈ വശത്തിൻ്റെ മധ്യബിന്ദു ഇവിടെ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വര. ഇനി അടുത്തത് ഈ മൂലയിൽ നിന്ന് ഈ സൈഡിലേക്ക്. അങ്ങനെ എത്ര മീഡിയൻ ഉണ്ടാവും ഒരു ട്രയാങ്കിളിൽ? 3 മീഡിയൻ. കാരണം 3 വെർട്ടിസസ്, 3 മൂലകളാണ് ഒരു ട്രയാങ്കിളിനുള്ളത്. അപ്പോൾ ആ 3 മൂലകളും കൂടിയിട്ട് 3 മൂലകളിൽ നിന്നുണ്ടാകുന്ന മീഡിയൻസ് കൂട്ടിമുട്ടുന്ന ആ ബിന്ദുവിനെയാണ് എന്തെന്ന് പറയണത്? ഇതാണ് സെൻട്രോയിഡ്. മനസ്സിലായ? ഇതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ഇനി ഈ ലൈനിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ലൈനിൻ്റെ പ്രത്യേകത, ഈ ലൈൻ, ഈ മീഡിയൻ ഇല്ലേ, ഈ മീഡിയൻ, ഈ സെൻട്രോയിഡ് ഈ മീഡിയനെ 2:1 എന്ന റേഷ്യോയിലാണ് കട്ട് ചെയ്യുക. എല്ലാ മീഡിയനെയും, അതായത് ഈ 3 മീഡിയൻ എടുത്താലും എന്തായിരിക്കും? ഈ ലൈൻ മൊത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെൻട്രോയിഡ് ഈ മീഡിയനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യും. അതായത് ഏതൊരു ട്രയാങ്കിളിൻ്റെയും സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ അതിൻ്റെ
ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന വരേനെ 2:1 എന്ന റേഷ്യോയിൽ ഏത് പോയിന്റ് കട്ട് ചെയ്യണോ ആ പോയിന്റ് ആയിരിക്കും അതിൻ്റെ സെൻട്രോയിഡ്. മനസ്സിലായോ? ഈ ഇവിടെ ഒരു പോയിന്റ്, അതായത് ഈ എല്ലാ വെർട്ടെക്സിൽ നിന്നും വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ്, ഈ മീഡിയനുകളൊക്കെ, അതായത് ഈ എതിർമൂലയിൽ നിന്ന് ഈ വശത്തേക്ക് വരയ്ക്കുന്ന, വശത്തെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന ഈ വരേനെ ഈ സെൻട്രോയിഡ്, ഈ മധ്യമ കേന്ദ്രം 2:1, ഈ ലൈൻ മൊത്തം എത്ര ഉണ്ടാവും, അതിൻ്റെ ഇവിടെ ആയിരിക്കും സെൻട്രോയിഡ് വരാം. ഈ ലൈൻ്റെ 2 ഭാഗം ഇവിടെയും സെൻട്രോയിഡിൻ്റെ ഒരു സൈഡും ഒരു ഭാഗം ഒരു സൈഡിലായിട്ട് വരും. മനസ്സിലായില്ല? ഏത് മീഡിയൻ എടുത്താലും മധ്യമകേന്ദ്രത്തിൻ്റെ ഒരു സൈഡ് ആ ലൈൻ്റെ 2 ഭാഗവും, പിന്നെ ആ ലൈൻ്റെ ബാക്കി ഒരു ഭാഗം, ആ ലൈനിനെ 3 ഈക്വൽ ഭാഗങ്ങളാക്കിയാൽ അതിലെ 2 ഭാഗം സെൻട്രോയിഡിൻ്റെ ഒരു ഭാഗത്തും ഒരു ഭാഗം സെൻട്രോയിഡ് മറ്റേ ഭാഗത്തും ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? സെൻട്രോയിഡ് ഈ മീഡിയനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അപ്പോൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഒരു മീഡിയൻ എടുക്കുക. 3 മീഡിയനൊന്നും എടുത്ത് അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു മീഡിയൻ എടുത്തിട്ട് ആ മീഡിയനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് PQR എന്ന ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു മീഡിയൻ വരയ്ക്കാം. ഈ P എന്ന ഈ മൂലയിൽ നിന്ന് QR എന്ന ഈ വശത്തെ മധ്യബിന്ദുവിലേക്ക് ഒരു മീഡിയൻ വരയ്ക്കാം. അതായത് Pയിൽ നിന്ന് QRൻ്റെ മധ്യബിന്ദു, QR ഏതാ? ഈ സൈഡ്. അപ്പോൾ ഈ മൂലയിൽ നിന്ന് QRൻ്റെ മധ്യബിന്ദുവിലേക്ക് ഒരു മീഡിയൻ വരച്ചു. ഇനി ഇതിനിവിടെ നമുക്ക് എന്ത് കൊടുക്കാം? T എന്ന് കൊടുക്കാം. അപ്പം ഈ PT എന്ന ഈ ഒരു ലൈനിനെ 2:1 എന്ന അംശബന്ധത്തിൽ ഏത് പോയിൻ്റാണോ കട്ട് ചെയ്യുന്നത് അതായിരിക്കും ഇവിടുത്തെ സെൻട്രോയിഡ്. മനസ്സിലായോ? അപ്പോൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഈ PTനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിന് ഏത് കോൺസെപ്റ്റ് ഉപയോഗിക്കണം? അപ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് ഇതാണ്. ഏതാണ്? അംശബന്ധത്തിൻ്റെ കോൺസെപ്റ്റ്. റേഷ്യോ. ഒരു വരയെ, ഒരു ബിന്ദു ഒരു റേഷ്യോയിൽ കട്ട് ചെയ്യാണ്. ഏത് റേഷ്യോ ആണ്? M:n എന്ന റേഷ്യോയിൽ. അതായത് AB എന്ന വരയെ P എന്ന ബിന്ദു, AB എന്ന വരയിൽ തന്നെ ഒരു P എന്ന ഈ ഒരു ബിന്ദു M:n എന്ന അംശബന്ധത്തിൽ ഈ വരേനെ കട്ട് ചെയ്യാണ് ഈ P എന്ന ബിന്ദു. അങ്ങനെയാണെങ്കിൽ ഈ P എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എങ്ങനെ കണ്ടുപിടിക്കാം? P എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? x1 + x2 - x1 × m/m+n. m/m+n എന്ന് പറഞ്ഞാൽ എന്താ? ഏത് അംശബന്ധത്തിലാണോ മുറിക്കണം അതാണ് m:n. അപ്പോൾ m/m+n എടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? x1 + x2 - x1 × m/m+n. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ y കോർഡിനേറ്റ് കിട്ടാൻ എന്തെങ്കിലും സെയിം തന്നെ, y1 + y2 - y1 × m/m+n. മനസ്സിലായോ? അപ്പോൾ ഒരു അംശബന്ധത്തിൽ ഒരു റേഷ്യോയിൽ ഒരു പോയിൻ്റ് ഒരു ലൈനിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ പോയിൻറ്റിൻ്റെ സൂചകസംഖ്യ, ആ പോയിൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ ലൈനിൻ്റെ 2 അറ്റത്തുള്ള പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റുകളുടെ സൂചകസംഖ്യ x1 y1 x2 y2 ആണെങ്കിൽ എക്സും വൈയും എങ്ങനെ കണ്ടുപിടിക്കാം? x1 + x2 - x1 × m/m+n. y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? y1. ഇവിടെ നമുക്ക് വേണ്ടത് ഈ PT എന്ന ലൈനിനെ 2:1 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ്, അതാണ് അതിൻ്റെ സെൻട്രോയിഡ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? PT എന്ന ലൈൻ, Pയുടെ സൂചകസംഖ്യ നമുക്കറിയാം, Tയുടെ അറിഞ്ഞൂടാ. അപ്പോൾ ആദ്യം നമുക്ക് Tയുടെ സൂചകസംഖ്യ കണ്ടുപിടിക്കണം. എന്താണ് Tയുടെ സൂചകസംഖ്യ? T എന്ന് പറയുന്നത് എന്താണ്? ഇത് PT എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ ഒരു മീഡിയനാണ്. മീഡിയൻ എന്ന് വെച്ചാൽ എതിർമൂലയിൽ നിന്ന് വശത്തെ മധ്യബിന്ദുവിലേക്കുള്ള വര. അപ്പോൾ ഇത് മധ്യബിന്ദുവാണ്. ഈ T എന്ന് പറയുന്നത് ഈ QR എന്ന സൈഡിൻ്റെ മധ്യബിന്ദുവാണ്. അപ്പോൾ ഈ T കണ്ടുപിടിക്കാൻ, മധ്യബിന്ദു കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? എക്സിൻ്റെ കോർഡിനേറ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി.
അപ്പോൾ 6+7 എത്രയാ 13, അതിൻ്റെ പകുതി 13/2. 3+0 3, അതിൻ്റെ പകുതി 3/2. അപ്പോൾ ഇതാണ് എന്ത് ടിയുടെ കോർഡിനേറ്റ്സ്. അപ്പോൾ ഈ PT എന്ന ലൈൻ്റെ സെൻട്രോയിഡ്, അതായത് 2:1 എന്ന റേഷ്യോയിൽ ഇതിനെ കട്ട് ചെയ്യണ ഈ ഒരു ബിന്ദുവാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ PT എന്ന ലൈൻ മാത്രമായിട്ട് നമ്മൾ ഇവിടെ ഞാൻ വരച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇതിൻ്റെ ഈ റേഷ്യോ 2:1 കട്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്ര ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പോയിൻറ്റിനെ നമുക്ക് E എന്ന പേര് കൊടുത്തു. അപ്പോൾ Eയുടെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Eയുടെ കോർഡിനേറ്റ്സ് x, y. അപ്പോൾ ഈ x എത്രയാണ് y എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x എങ്ങനെയാണ് കണ്ടുപിടിക്കുക? x = x1 + x2 - x1 × m/m+n. ഇനി y കണ്ടുപിടിക്കുക എന്താ? y1 + y2 - y1 × m/m+n. ഇനി ഇതിൽ ഏതാണ് x1 y1? ഇത് x1 y1, ഇത് x2 y2 ആയിട്ട് എടുക്കുക. അപ്പോൾ ഇനി ഇതിൽ നിന്ന് x കണ്ടുപിടിക്കാൻ x1 ഏതാ? 2 + x2 - x1, ഇവിടുത്തെ x2 ഏതാ? 13/2 - x1 2 തന്നെ ഇൻറ്റു m/m+n. എന്താണ് m/m+n? m/m+n. m+n എന്ന് പറഞ്ഞാൽ എന്താ? 2 + 1 3. m എന്താ അവിടെ? m:n 2:1. അപ്പോൾ 2/3. അപ്പോൾ ഇതെന്താ? 2/3. മനസ്സിലായില്ല? 2:1. സോറി, m:n എന്ന് പറയുന്നത് എന്താ? 2:1. അപ്പോൾ m/m+n എന്ന് പറഞ്ഞാൽ എന്താ? 2/2 + 1, ദാറ്റ് ഈസ് 2/3. മനസ്സിലായോ? അപ്പോൾ ഇവിടെ m/m+n കിട്ടി. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കാനുള്ളത്? വൈയുടെ കോർഡിനേറ്റ്. സോറി, ആദ്യം നമുക്ക് ഇതങ്ങോട്ട് ചെയ്ത് തീർക്കാം. 2 + 13/2 - 2. അപ്പോൾ എന്ത് ചെയ്യണം? 13, ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ 13 - 4 /2 × 2/13 - 4 എത്രയാ? 9. 9/2 × 2/3. ഈ 2ഉം ക്യാൻസലായി. ഈ 3 ഈ 9 വെട്ടി എത്ര? 3 ടൈംസിൽ. അപ്പോൾ 2 + 3 = എത്ര കിട്ടി? 5. അപ്പോൾ ഇതിൻ്റെ x കോർഡിനേറ്റ് നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് y കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. ഇതിൽ y1 എത്രയാ? y1 3 + y2 - y1. y2 ഏതാ? 3/2 -y1 3 തന്നെ ഇൻറ്റു 2/3. m/m+n എന്താ? 2/3. അപ്പോൾ 3 + 3/2 - 3. അപ്പോൾ ഇവിടെ 2, ഈ 2നെ ഈ 3 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 6. അപ്പോൾ 3 - 6 /2 × 2/3. എന്താ അത്? 3 + 3 - 6 എത്രയാ? -3/2 × 2/3 അല്ലേ? 3 - 6 എന്താ? -3/2 × 2/3. 2ഉം 2ഉം ക്യാൻസലായി, 3ഉം 3ഉം ക്യാൻസലായി. ബാക്കി ഇവിടെ എന്തുണ്ട്? -1 ഉണ്ട്. അതായത് 3 - 1 = 2. അപ്പോൾ ഈ ബിന്ദുവിൻ്റെ, അതായത് ഈ കട്ട് ചെയ്യുന്ന ഈ ബിന്ദുവിൻ്റെ E എന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്, y കോർഡിനേറ്റ് 2 ആണ്. x കോർഡിനേറ്റ് എന്താണ്? 5 ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യണേന്ന്? അടുത്ത ക്വസ്റ്റ്യൻ 1 - 2, 6, 3 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര x അക്ഷത്തെ P എന്ന ബിന്ദുവിൽ മുറിച്ച് കടക്കുന്നു. Pയുടെ സൂചക സംഖ്യകൾ കണ്ടുപിടിക്കുക. എന്താണ്? ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൻ്റെ അറ്റത്തെ 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ്? 1 - 2ഉം പിന്നെ 6, 3ഉം ആണ്. ഇനി ഈ വരേനെ ഒരു പോയിൻ്റ് ഇവിടെ കട്ട് ചെയ്യാണ്. എവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്? x ആക്സിസിലെ ഒരു പോയിൻറ്റിലാണ് ആ ബിന്ദു. മനസ്സിലായില്ല? x ആക്സിസിലെ ഒരു പോയിൻ്റാണ് ആ ബിന്ദു.
അതാണ് ഈ വരേനെ ഇങ്ങനെ മുറിച്ച് കിടക്കണം. അപ്പോൾ ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കാര്യം ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്താ, കോർഡിനേറ്റ്സിൻ്റെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ് ആക്സിസിലുള്ള എല്ലാ പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. എക്സ് ആക്സിസിലെ പോയിൻ്റ്, എക്സ് അക്ഷത്തിലുള്ള ഏതൊരു ബിന്ദുവിൻ്റെയും സൂചകസംഖ്യ എടുത്താൽ അതിൻ്റെ വൈ സൂചകസംഖ്യ എന്തായിരിക്കും, 0 ആയിരിക്കും. വൈ ആക്സിസിലുള്ള പോയിൻറ്റിൻ്റെ എന്തായിരിക്കും, എക്സ് സൂചകസംഖ്യകൾ 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു സൂചകസംഖ്യ വൈ കോർഡിനേറ്റ് എന്താണെന്ന് കിട്ടി, 0 കിട്ടി. ഇനി നമുക്ക് എക്സ് കോർഡിനേറ്റ് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ഇതാണ് തന്നിരിക്കുന്ന ചിത്രം. അപ്പോൾ ഇതിൽ ഈ ലൈനിൻ്റെ രണ്ടറ്റത്തെ കോർഡിനേറ്റ്സ്, ബിന്ദുക്കളുടെ കോർഡിനേറ്റ്സ് അറിയാം, 1 - 2ഉം 6 3ഉം. ഇനി ഈ ഒരു പോയിൻ്റ് എവിടെയാണ് കിടക്കുന്നത്, ഈ പോയിൻ്റ് കിടക്കുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പോയിൻറ്റിൻ്റെ വൈ സൂചകസംഖ്യ എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി വൈ സൂചകസംഖ്യയും എക്സ് സൂചകസംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഇപ്പോൾ ഇവിടെ ഈ ഒരു പോയിൻറ്റിൻ്റെ സൂചകസംഖ്യ 1 -2. ഇതിൻ്റെ അർത്ഥം എന്താ, ഈ പോയിൻറ്റിൽ നിന്ന് നേരെ ഈ ഒരു ഭാഗം വരച്ചാൽ ഇതെത്രയായിരിക്കും, ഇത് -2 ആയിരിക്കും അല്ലേ. കാരണം ഈ പോയിൻറ്റിൻ്റെ വൈ സൂചകസംഖ്യ എന്താ സൂചിപ്പിക്കണേ, ഒറിജിനിൽ നിന്ന് മുകളിലോട്ടാണോ താഴോട്ടാണോ ആണെങ്കിൽ അത് എത്രത്തോളം. അപ്പോൾ ഇവിടെ -2 ഇതായിരിക്കും അല്ലേ. ഇനി 1 എന്ന് സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും, ഒറിജിനിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങുന്ന എത്ര നീങ്ങി, അതാണ് എക്സ് കോർഡിനേറ്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഏതാ, ഇതായിരിക്കും എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ഇത് എത്രയായിരിക്കും, 1 ആയിരിക്കും. മനസ്സിലായില്ല. അപ്പോൾ 1 -2. ഇനി അത് ഇങ്ങോട്ട് നീങ്ങി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിൻറ്റിൻ്റെ, ഈ പി എന്ന ബിന്ദുവിൻ്റെ സൂചകസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ വൈ സൂചകസംഖ്യ നമുക്ക് എന്ത് കിട്ടി, 0 കിട്ടി. ഇവിടുത്തെ ഇത് 0 ആയിട്ട് കിട്ടി. അതായത് ഇവിടെ -2 ആയിരുന്നു, അത് ഇങ്ങോട്ടേക്ക് നീങ്ങിയപ്പോൾ ഈ -2 എന്ന് പറയുന്നത് എന്തായി മാറി, 0 ആയിട്ട് മാറി. അപ്പോൾ വൈ കോർഡിനേറ്റിന് എത്ര മാറ്റം വന്നു, വൈ കോർഡിനേറ്റ് വൈ -2 ആയിരുന്നു, അത് പിന്നെ എന്തായി, -2ൻ്റെ കൂടെ +2 ആഡ് ചെയ്ത് അത് 0 ആയിട്ട് മാറി അല്ലേ. 0 കിട്ടാൻ -2ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തു, +2 ആഡ് ചെയ്തു. അപ്പോൾ അത്രയും തന്നെയായിരിക്കും എക്സ് കോർഡിനേറ്റിനും മാറ്റം വരാം. അപ്പോൾ ഇവിടെ 1ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം, എക്സ് 1ൻ്റെ കൂടെയും എക്സ് എത്രയാണ്, 1 ആയിരുന്നു. അപ്പോൾ 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്ത് 3 എന്ന ബിന്ദുവിലായിരിക്കും, 3ലായിരിക്കും ഇത് എക്സ് കോർഡിനേറ്റ് ഇവിടെ എടുക്കണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ, 3 0. മനസ്സിലായില്ല, മാറ്റം ഒരുപോലെ ആയിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ -2ൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ വൈ കോർഡിനേറ്റ് എന്തായി മാറി, +3 ആയി. അതായത് -2ൻ്റെ കൂടെ +5 ആഡ് ചെയ്യുമ്പോഴാണ് +3 കിട്ടുക. അപ്പോൾ 5 +5 ആണ് ഇവിടുത്തെ വൈ കോർഡിനേറ്റിൻ്റെ മാറ്റം വന്നത്. അപ്പോൾ അതേ മാറ്റം തന്നെയായിരിക്കും എക്സ് കോർഡിനേറ്റിനും. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്തായിരുന്നു, 1 ആയിരുന്നു അല്ലേ. അപ്പോൾ 1ൽ നിന്ന് +5 അല്ലേ, 6. അതേപോലെ തന്നെ ഒരേ മാറ്റമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എന്താണ് ക്ലൂ ഉള്ളത്, എന്താ, എക്സ് ആക്സിസിലാണ് ഈ ബിന്ദു, അതിൻ്റെ അർത്ഥം വൈ കോർഡിനേറ്റ് 0. അപ്പോൾ ഓൾറെഡി വൈ കോർഡിനേറ്റ് ഇവിടുത്തെ എത്രയാണ്, -2. അപ്പോൾ എത്ര മാറ്റം വന്നാലാ 0 കിട്ടുക, +2 ആഡ് ചെയ്താലാണ് ഇവിടെ 0 കിട്ടുക. അപ്പോൾ എക്സിനും എന്ത് ചെയ്താൽ, എക്സ് കോർഡിനേറ്റിനും +2 തന്നെ ആഡ് ചെയ്താൽ എക്സ് കോർഡിനേറ്റ് കിട്ടി. അപ്പോൾ ആൻസർ എത്രയാണ്, 3 0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചിത്രത്തിൽ ഒരു വര അക്ഷങ്ങളെ എ ബി എന്നീ ബിന്ദുക്കളിൽ മുറിക്കുന്നു. OA = 5, OB = 3. എ ബി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. വരയുടെ ചരിവ് കണക്കാക്കുക. വരയുടെ സമവാക്യം എഴുതുക. AOB എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. വലിയൊരു ക്വസ്റ്റ്യനാണ്. അതിൽ ആദ്യത്തെ സെക്ഷൻ നോക്കാം. AB എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ എഴുതുക. AB ഈ 2 ബിന്ദുക്കളുടെ. അപ്പോൾ A എന്ന ബിന്ദു ഏതക്ഷത്തിലാണ് കിടക്കുന്നത്, എക്സ് ആക്സിസിൽ. B എന്ന ബിന്ദു ഏതക്ഷത്തിലാണ്, വൈ അക്ഷത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ A എന്ന ബിന്ദുവിൽ എക്സ് അക്ഷത്തിൽ കിടക്കുന്നത് കാരണം അതിൻ്റെ
വൈ സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. ആണല്ലോ. അപ്പോൾ ഈ ബിന്ദുവിൻ്റെ വൈ സൂചക സംഖ്യ 0 കിട്ടി. ഇനി എക്സ് സൂചക സംഖ്യ എന്തായിരിക്കും? എക്സ് സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനിൽ നിന്ന് ഈ ബിന്ദു ഇടത്തോട്ടോ വലത്തോട്ടോ എത്രത്തോളം മാറി. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഇത് എത്ര ദൂരെയാണ് കിടക്കണേ? ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ടത് 5 സെൻറ്റിമീറ്റർ ദൂരെയാണ് കിടക്കണത്. അപ്പോൾ ഇതെത്രയാ? 5. എയുടെ സൂചക സംഖ്യ കിട്ടിയല്ലോ 5, 0. എന്തുകൊണ്ടാണ് അവിടെ 0 വന്നേ? ഇത് എക്സ് അക്ഷത്തിലുള്ള ഒരു ബിന്ദുവാണ് എ, അതുകൊണ്ടാണ് ഇത് 5, 0 ആയത്. ഇനി അടുത്തത് ബിയുടെ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ. ബി ഏത് അക്ഷത്തിലാണ്? വൈ ആക്സിസിലാണ്. വൈ ആക്സിസിൽ എന്തായിരിക്കും? എക്സ് 0 ആയിരിക്കും. അപ്പോൾ ബിയുടെ എക്സ് സൂചക സംഖ്യ 0 ആയിരിക്കും. ഇനി വൈ സൂചക സംഖ്യ എന്താ? ഒറിജിനിൽ നിന്ന് എത്ര മുകളിലോട്ടാണ് ഈ ബി എന്ന ബിന്ദു? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെ സൂചക സംഖ്യ എത്രയാ? 0, 3. അപ്പോൾ എന്താ ആൻസർ? എയുടെ സൂചക സംഖ്യ 5, 0. ബിയുടെ സൂചക സംഖ്യ 0, 3. അടുത്ത ക്വസ്റ്റ്യൻ. വരയുടെ ചെരിവ് കണക്കാക്കുക. വരയുടെ സമവാക്യം എഴുതുക. വരയുടെ ചെരിവ് ഏത് വരയാ? ഈ എ ബി എന്ന ഈ ഒരു ലൈൻ. ഈ ലൈനിൻ്റെ ചെരിവ് കണക്കാക്കാനായിട്ട് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? 2 ബിന്ദുക്കൾ കിട്ടിയാൽ മതി. 2 ബിന്ദുക്കൾ നമുക്കറിയാലോ. ഒന്ന് ഏതാ? 0, 3, ഒന്ന് 5, 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഈക്വൽ ടു എന്താ? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ ഇവിടെ നമുക്ക് x1 y1 എടുത്തു, ഇത് x2 y2 എടുത്തു. ഇനി ഇവിടെ നമുക്ക് ചെയ്തേ y2 മൈനസ് y1 0 മൈനസ് 3 ബൈ x2 മൈനസ് x1 5 മൈനസ് 0. അപ്പോൾ എത്രയാണ്? -3 ബൈ 5. അപ്പോൾ സ്ലോപ്പ് എത്ര കിട്ടി? -3/5 കിട്ടി. ചെരിവ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വരയുടെ സമവാക്യം എഴുതാനാണ്. അപ്പോൾ വരയുടെ സ്ലോപ്പ് കിട്ടി. ഇനി ഇതിൻ്റെ സമവാക്യം കണ്ടുപിടിക്കുക. എങ്ങനെയാണ് സമവാക്യം? എങ്ങനെയാണ്? y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു x മൈനസ് x1. ഇപ്പോൾ ഇവിടെ y1ഉം x1ഉം എന്താ? ഈ വരയിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്താൽ മതി. വരയില ഒന്നുകിൽ 0, 3 എടുക്കാം, അല്ലെങ്കിൽ 5, 0 എടുക്കാം. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കാം. അപ്പോൾ ഇനി സമവാക്യം ഇതുകൊണ്ട് വൈക്ക് എക്സിനും വില കൊടുക്കരുത്. വൈ തന്നെ എടുക്കാം. അപ്പോൾ y മൈനസ് y1 ഏതെടുക്കാം? ഇതാ 3. y മൈനസ് 3 ഈക്വൽ ടു സ്ലോപ്പ് -3/5 ഇൻറ്റു എക്സ് മൈനസ് x1. എക്സ് മൈനസ് x1 എന്താ? 0. അതായത് y മൈനസ് 3 ഈക്വൽ ടു എന്താ? ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന 5 ഇൻറ്റു y മൈനസ് 3 ഈക്വൽ ടു -3 ഇൻറ്റു എക്സ് അല്ലേ? -0 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്. അപ്പോൾ 5 ഇങ്ങോട്ട് വന്നു. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ 5y മൈനസ് 15 ഈക്വൽ ടു -3x. ഇനി ഈ 3xനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 3x പ്ലസ് 3x ആയില്ലേ? പ്ലസ് 5y മൈനസ് 15 ഈക്വൽ ടു 0. ഇക്വേഷൻ ഓഫ് ദ ലൈൻ എന്ത് കിട്ടി? 3x പ്ലസ് 5y മൈനസ് 15 ഈക്വൽ ടു 0 അല്ലേ? നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാൻ സ്ലോപ്പ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 പോയിൻ്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ 2 പോയിൻ്റ് വെച്ചിട്ട് ആദ്യം സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് പിന്നെ സ്ലോപ്പ് വെച്ചിട്ട് അടുത്ത ഇക്വേഷൻ എഴുതാം. മനസ്സിലായില്ലപ്പോൾ? വരയുടെ സമവാക്യം, വൃത്തത്തിൻ്റെ സമവാക്യം, മധ്യബിന്ദു, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അംശബന്ധം, റേഷ്യോ വെച്ചിട്ടൊരു പോയിൻ്റ് ഒരു ലൈനെ കട്ട് ചെയ്ത ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ്, ഒരുവിധ എല്ലാ കോൺസെപ്റ്റും ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു ചാപ്റ്റർ ഒരുവിധം എനിക്കൊരു 95% ഉറപ്പിൽ ഞാൻ പറയാം. ഈ ഒരു വീഡിയോ നന്നായിട്ട് കണ്ട് ഇതിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, AOB എന്ന ത്രികോണത്തിൻ്റെ പരിവൃത്ത കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. AOB അത് ഏത് ട്രയാങ്കിളാണ്? അത് ഈ ഒരു ട്രയാങ്കിൾ അല്ലേ? AOB. അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇത് എന്ത് ആംഗിൾ ആയിരിക്കും? എക്സ് ആക്സിസും വൈ ആക്സിസും എന്താണ്?
പെർപെൻഡിക്കുലർ ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ AOB ഈസ് എ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഒരു പരിവൃത്തം, ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ പരിവൃത്തത്തിൻ്റെ കേന്ദ്രം എവിടെയായിരിക്കും? ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടിസസ്, 3 മൂലകളും വൃത്തത്തിലെ ബിന്ദുക്കളാണ് അല്ലേ. അപ്പോൾ ഇത് എന്താണ്? ഇത് 90 ഡിഗ്രിയാണ്. ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് വൃത്തത്തിൻ്റെ വ്യാസമായിരിക്കും. ഇത് നമ്മൾ എവിടെയാണ് പഠിച്ചത്? സെക്കൻഡ് ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ പഠിച്ചിട്ടുണ്ട്. അർദ്ധവൃത്തത്തിലെ കോണുകളെല്ലാം എന്താണ്? 90 ഡിഗ്രിയാണ്. അതായത് ഈ കോണുകൾ ഇതൊക്കെ 90 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സൈഡ് ഇതെന്തായിരിക്കും? അത് ആ വൃത്തത്തിൻ്റെ വ്യാസം, ഡയമീറ്ററാണ്. അപ്പോൾ ഈ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും ഈ വൃത്തത്തിൻ്റെ എന്ത്? സെൻറ്ററായിട്ട് വരാം അല്ലേ. ഇതായിരിക്കും അതിൻ്റെ സെൻറ്റർ. മനസ്സിലായില്ല? അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിക്കണത്? ഒരു റൈറ്റ് ട്രയാങ്കിളിന് ഒരു പരിവൃത്തം ഉണ്ടെങ്കിൽ, ഒരു മട്ടത്രികോണത്തിന് ഒരു പരിവൃത്തം ഉണ്ടെങ്കിൽ ആ പരിവൃത്തത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആ മട്ടത്രികോണത്തിൻ്റെ കർണം, ഹൈപ്പോട്ടിന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും. കിട്ടിയ? അതെങ്ങനെയാണ് മനസ്സിലായത്? സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ആയിരിക്കും സെമി സർക്കിളിലെ ആംഗിൾസ്. അപ്പോൾ ഇവിടെ റൈറ്റ് ആംഗിൾ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇത് യോജിപ്പിച്ചിട്ട്, അതായത് എന്താണ്? ഇങ്ങനെ ഒരു കോഡ്, ഈ കോഡ് എന്താ? അത് ഡയമീറ്ററാണ്. ഈ ഡയമീറ്ററിൻ്റെ സെൻറ്ററാണ് എന്ത്? വൃത്തത്തിൻ്റെ സെൻറ്റർ. ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് വരും വൃത്തത്തിൻ്റെ സെൻറ്റർ. അപ്പോൾ അത് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതെന്താ? കർണം, ഹൈപ്പോട്ടിന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് ആണ് ഈ ഇതിന് ചുറ്റുമുള്ള പരിവൃത്തത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ പരിവൃത്തത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടിന്യൂസിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മതി. ഹൈപ്പോട്ടിന്യൂസ് ഏതാ? BA അല്ലെങ്കിൽ AB. അതിൻ്റെ കോർഡിനേറ്റ്സ് ഏതാ? 5, 0, 0, 3. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് വരും അല്ലേ. മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് C കൊടുക്കാം, കാരണം അത് വൃത്തത്തിൻ്റെ സെൻറ്റർ അല്ലേ. അപ്പോൾ C കിട്ടാൻ എന്ത് ചെയ്യാം? 0 + 5 അതിൻ്റെ പകുതി. ഇനി അടുത്തത് Y കോർഡിനേറ്റ്സ് 3 + 0 അതിൻ്റെയും പകുതി. അപ്പോൾ എന്താണ്? 5/2 3/2. അപ്പോൾ പരിവൃത്ത കേന്ദ്രം എന്താണ്? 5/2 3/2. മനസ്സിലായ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. -1, 2, 7, 8 ഇവ യോജിപ്പിക്കുന്ന വര വ്യാസമായ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകളും ആരവും കണക്കാക്കുക. വൃത്തത്തിൻ്റെ സമവാക്യം എഴുതുക. ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ 0, 1? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? -1, 2, 7, 8 ഇവ യോജിപ്പിക്കുന്ന വര വ്യാസമായ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ സൂചക സംഖ്യകളും ആരവും കണക്കാക്കുക. അപ്പോൾ ഇവിടെ എന്താ തന്നിരിക്കണേ? ഒരു ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി വൃത്തത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിക്കണം. അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? വൃത്തത്തിൻ്റെ ഡയമീറ്ററിൻ്റെ വ്യാസത്തിൻ്റെ എന്തായിരിക്കും കേന്ദ്രം? മിഡ് പോയിൻ്റ് അല്ലേ. വ്യാസത്തിൻ്റെ മിഡ് പോയിൻ്റ്, മധ്യബിന്ദു ആയിരിക്കും വൃത്തത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ ഇവിടുത്തെ ഈ രണ്ടറ്റത്തെ പോയിൻറ്റുകളും നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട്, സെൻറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്താണ്? ഇതിൻ്റെ മിഡ് പോയിൻ്റ്, അതായത് ഈ രണ്ട് ബിന്ദുക്കളുടെയും എക്സ് സൂചക സംഖ്യകൾ ആഡ് ചെയ്യുക. -1 + 7 അതിൻ്റെ പകുതി /2. ഇനി y സൂചക സംഖ്യകൾ 2 + 8 അതിൻ്റെ പകുതി, അതായത് /2. -1 + 7 എന്താ? 6 /2 എന്താ? 3. 8 + 2 എന്താ? 10 /2 എന്താ? 5. അപ്പോൾ ഇവിടുത്തെ വൃത്തത്തിൻ്റെ കേന്ദ്രം എത്ര കിട്ടി? 3, 5 കിട്ടിയില്ലോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തകേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്കുള്ള അകലം. ഒന്നുകിൽ ഈ രണ്ട് ബിന്ദുക്കൾ എടുക്കാം, അല്ലെങ്കിൽ വൃത്തകേന്ദ്രം ഈ ബിന്ദു എടുക്കാം. ഏത് ബിന്ദു എന്ന് വെച്ചാൽ ഏതെടുത്താലും നമുക്ക് റേഡിയസിൻ്റെ ആൻസർ സെയിം തന്നെയായിരിക്കും കിട്ടുക.
ഇപ്പോൾ ഇവിടെ നമുക്ക് 3, 5, 7, 8 എടുക്കാം. ഇപ്പോൾ റേഡിയസ് എങ്ങനെയാണ് കാണാം? ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ്. ഏത് രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള അകലം നമ്മൾ കണ്ടുപിടിക്കണേ? വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ ബിന്ദു. അപ്പോൾ ഇത് x1 y1, ഇത് x2 y2 ആണെങ്കിൽ എന്താ അത്? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ. x2 എന്താ? 7 മൈനസ് 3. 7 മൈനസ് 3 എന്താ? 4 സ്ക്വയർ പ്ലസ് അടുത്തത് 8 മൈനസ് 5. 8 മൈനസ് 5 എന്താ? 3 സ്ക്വയർ. മനസ്സിലായില്ല? ഇനി ഇതിവിടെ ചെയ്ത് കാണിക്കണം. ഇത് x1 y1, ഇത് x2 മൈനസ് x1 സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 സ്ക്വയർ. x2 ഏതാ? 7. x1 ഏതാ? 3. 7 മൈനസ് 3 എന്താ? 4 സ്ക്വയർ പ്ലസ് y2 ഏതാ? 8 മൈനസ് 5 എന്താ? 3 സ്ക്വയർ. അതായത് 16 പ്ലസ് 9. 16 പ്ലസ് 9 എന്താ? √25 ഈക്വൽ ടു റേഡിയസ് എത്രയാ? 25ൻ്റെ റൂട്ട് എത്രയാ? 5. അപ്പോൾ റേഡിയസ് എത്ര കിട്ടി? 5 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വൃത്തത്തിൻ്റെ സമവാക്യം. വൃത്തത്തിൻ്റെ സമവാക്യം എന്താ? വൃത്തത്തിൻ്റെ സമവാക്യം x മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. എക്സ് മൈനസ്, ഇവിടെ എക്സിന് വിലയൊന്നും കൊടുക്കരുത്. എക്സ് മൈനസ് x1 y1 എന്താ? സെൻറ്റർ. അപ്പോൾ എക്സ് മൈനസ് 3 അല്ലാണ്ട് ഈ രണ്ട് ബിന്ദുക്കളല്ല. സമവാക്യം എഴുതുമ്പോൾ എപ്പോഴും വൃത്തത്തിൻ്റെ സമവാക്യത്തിൽ എടുക്കണ പോയിൻ്റ് ഏതാണ്? വൃത്തത്തിൻ്റെ കേന്ദ്രം, മറക്കരുത്. അപ്പോൾ x1 എന്താ? 3 സ്ക്വയർ പ്ലസ് y മൈനസ് y1 എന്താ? 5 സ്ക്വയർ ഈക്വൽ ടു 6. നമുക്ക് റേഡിയസ് എത്ര കിട്ടി? 5 അല്ലേ? 5 സ്ക്വയർ. ഇതാണ് വൃത്തത്തിൻ്റെ സമവാക്യം. അതും കിട്ടി. ഇനി ഈ വൃത്തത്തിലെ ഒരു ബിന്ദുവാണോ 0, 1? ഈ വൃത്തത്തിലെ ബിന്ദുവാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എക്സിനും വൈക്കും, എക്സിന് 0ഉം വൈക്ക് 1ഉം കൊടുത്തിട്ട് ഈക്വേഷൻ ട്രൂ ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എക്സിന് എന്ത് കൊടുക്കുക? 0, വൈക്ക് 1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എക്സിന് പകരം 0 വരുമ്പോൾ എന്താവും? 0 മൈനസ് 3 സ്ക്വയർ പ്ലസ് 1 മൈനസ് 5 സ്ക്വയർ എത്ര കിട്ടും? 0 മൈനസ് 3 സ്ക്വയർ എന്താ? മൈനസ് 3 സ്ക്വയർ എന്താ? 9 പ്ലസ് 1 മൈനസ് 5 എന്താ? 4. 4 സ്ക്വയർ എന്താ? 16. 16 പ്ലസ് 9 എന്താണ്? 25. ഇനി ഇവിടെ നമുക്ക് എന്താ ഈക്വൽ ടു കിട്ടേണ്ടത്? 5 സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 25 തന്നെയാണ്. അതായത് ഇതിൽ ഈ ഇക്വേഷനിൽ എക്സിന് 0ഉം വൈക്ക് 1ഉം കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 3 സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 സ്ക്വയർ എന്ത് കിട്ടും? 5 സ്ക്വയർ, അതായത് 25 കിട്ടും. അതുകൊണ്ട് യെസ്, 0, 1 ഈസ് എ പോയിൻ്റ് ഓൺ ദ സർക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, 1, 0, 0, 1 എന്നീ ബിന്ദുക്കൾ ഉൾപ്പെടുന്ന വരയുടെ ചരിവ് കാണുക. ഈ വരയിലെ മറ്റൊരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യകൾ എഴുതുക. ഇവിടെ നമുക്ക് എന്താണ്? 2 ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ട്. ഈ ബിന്ദുക്കളുള്ള ആ ഒരു ലൈൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതിൽ y2, ഇതിൽ x1 y1. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിന് x2 y2, ഇവിടെ x1 y1 കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നവും വരില്ല. ആൻസർ എപ്പോഴും കറക്റ്റ് തന്നെയായിരിക്കും ലാസ്റ്റത്തെ. പക്ഷെ കറക്റ്റ് ഓർഡർ കീപ്പ് ചെയ്യണം. അത് ഞാൻ എപ്പോഴും പറയും. y2 മൈനസ് y1 എടുത്തിട്ടുണ്ടെങ്കിൽ x1 മൈനസ് x2 എടുക്കരുത്, x2 മൈനസ് x1 തന്നെ എടുക്കണം. ഇനി y2 മൈനസ് y1, ഇവിടുത്തെ y2 ഏതാ? 1 മൈനസ് 0 എന്താ? 1 ബൈ x2 മൈനസ് x1 ഇതെന്താ? 0 മൈനസ് x1. 0 മൈനസ് 1 എന്താ? മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടി? 1 ബൈ മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? -1. അപ്പോൾ സ്ലോപ്പ് എത്ര? -1 ആണ് സ്ലോപ്പ്. ഇനി ഇതേ ചെരിവ് ഈ വരയിലെ തന്നെ മറ്റൊരു ബിന്ദു സൂചക സംഖ്യ കണ്ടുപിടിക്കുക. അപ്പോൾ മറ്റൊരു ബിന്ദു എന്ന് പറഞ്ഞാൽ ആ വരയിൽ ഏത് ബിന്ദുക്കൾ എടുത്താലും ചെരിവ് എന്ത് കിട്ടണം? 1 കിട്ടണം.
നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ബിന്ദു എടുത്തിട്ട് ആ മറ്റൊരു ബിന്ദു നമ്മൾ കണ്ടുപിടിക്കുക. അതായത് y2 - y1 കിട്ടും. ചെയ്യുമ്പോൾ എന്ത് കിട്ടണം, -1 കിട്ടണം. അപ്പോൾ നമുക്ക് ഒരു ബിന്ദു x1 y1 1 0 തന്നെ എടുക്കാം. ഇനി അടുത്തൊരു ബിന്ദുവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ ബിന്ദു x2 y2 ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്ക് അറിയണ ഒരു കാര്യം എന്താ, y2 - y1 x2 - x1 എന്ത് കിട്ടണം, -1 കിട്ടണം. അപ്പോൾ ഇവിടെ y2 നമുക്കറിയില്ല, y2 - y1 എന്താണ് 0 x2 എന്താ, x2 അറിയില്ല, -x1 എന്താണ് 1 = -1 വരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ വന്നാലാണ് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ -1 കിട്ടാം. ഇവിടെ y2ന് നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 - 0 എന്താവും, 2 ആവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയാൽ മതി, ഇവിടെ ഒരു -2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 2/-2 എന്ത് കിട്ടും, -1 കിട്ടും. ഇവിടെ -2 കിട്ടാൻ x2 എന്തായാൽ മതി, -1 ആയാൽ മതി അല്ലേ. അപ്പോൾ x2 എന്താണ്, -1ഉം y2 എന്താണ് 2ഉം ആയി കഴിഞ്ഞാൽ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കിട്ടും, ചെരിവ് -1 തന്നെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഈ ഒരു പോയിൻ്റ് തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇതുപോലത്തെ ഏത് പോയിൻ്റ് വേണമെങ്കിലും എഴുതാം. ഇനിയിപ്പോൾ ഇവിടെ 3/-3 കിട്ടിക്കഴിഞ്ഞാലും എന്ത് കിട്ടും, -1 കിട്ടും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, 3 - 0 എന്താ 3. അപ്പോൾ ഇവിടെ ഇനി -3 കിട്ടാൻ ഇവിടെ എന്തായാൽ മതി, -2. -2 - 1 എന്തായിരിക്കും, -3. അപ്പോൾ 3/-3 എന്ത് കിട്ടി, -1, ചെരിവ് -1 കിട്ടി. അപ്പോൾ -2ഉം +3ഉം ഇങ്ങനെ എത്ര പോയിൻ്റ് വേണമെങ്കിലും എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, AB എന്ന വരയെ 1:2 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്ന ബിന്ദുവാണ് P. AC BC എന്നീ നീളങ്ങൾ കണക്കാക്കുക. AD PD എന്നീ നീളങ്ങൾ കണക്കാക്കുക. Pയുടെ സൂചക സംഖ്യകൾ എഴുതുക. AC BC പിന്നെ AD PD പിന്നെ P എന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യ. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന ചിത്രം. അപ്പോൾ ഇതിൽ AB എന്ന വരയെ P എന്ന ബിന്ദു 1:2 എന്ന അംശബന്ധത്തിൽ മുറിക്കുന്നു. AC BC എന്നീ നീളങ്ങൾ കണക്കാക്കുക. AD PD എന്നീ നീളങ്ങൾ കണക്കാക്കുക. Pയുടെ സൂചക സംഖ്യകൾ എഴുതുക. അപ്പോൾ ഇവിടെ ACയും BCയും നോക്കിയേ, എന്താണിത്, ലംബങ്ങളാണ് അല്ലേ. ACയുടെ കറക്റ്റ് ലംബമായിട്ടാണ് BC. അപ്പോൾ AC ഒരു ഹൊറിസോണ്ടൽ ലൈനും BC ഒരു വെർട്ടിക്കൽ ലൈനുമാണ് ആണല്ലോ. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ അതിൻ്റെ y കോർഡിനേറ്റ്സ് എന്തായിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ ഇവിടുത്തെ AC A4 6 ആണ്. ഈ ഹൊറിസോണ്ടൽ ലൈനിൽ തന്നെ പോയിൻ്റാണ് ഇത് C. അപ്പോൾ ഈ Cയുടെ y കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും, 6 തന്നെയായിരിക്കും ആണല്ലോ. ഇനി അടുത്തത് BC എന്ന ലൈൻ, ഇതെങ്ങനത്തെ ലൈനാണ്, വെർട്ടിക്കൽ ലൈനാണ്. വെർട്ടിക്കൽ ലൈനിൻ്റെ x കോർഡിനേറ്റ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഈ Cയുടെ x കോർഡിനേറ്റ് എന്താണ്, Bയുടെ x കോർഡിനേറ്റ് എന്താ, 10. അത് തന്നെയായിരിക്കും ഈ ഒരു വെർട്ടിക്കൽ ലൈനിലെ എല്ലാ പോയിൻറ്റിൻ്റെയും x കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും, 10 ആയിരിക്കും. അപ്പോൾ Cയുടെയും x കോർഡിനേറ്റ് എന്താ, 10. അപ്പോൾ 10 6. Cയുടെ കോർഡിനേറ്റ് കിട്ടിയോ, 10 6. ഇനി നമുക്ക് ACയും BCയും കണ്ടുപിടിക്കാമല്ലോ. ഡിസ്റ്റൻസ് ഫോർമുലയുടെ ആവശ്യമുണ്ടോ, ഇല്ല. കോർഡിനേറ്റ്സിൻ്റെ റിവിഷൻ കാണാത്തവർ അത് കണ്ടിട്ട് ഇത് കാണാം, എന്നാലാണിത് നന്നായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിന് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ആവശ്യമില്ല, കാരണം എന്താണ്, ഇതൊരു ചെരിവും ഇല്ലാത്ത കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരയാണ്, ഹൊറിസോണ്ടലാണ്, ഇത് വെർട്ടിക്കലുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഹൊറിസോണ്ടൽ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, x കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള വ്യത്യാസം കാണാം. ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ അതിൻ്റെ ലെങ്ത് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി, x കോർഡിനേറ്റ്സുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ 10 - 4 എത്രയാ, 6. അപ്പോൾ AC = എന്താ, 10 - 4 = 6 സെൻറ്റിമീറ്റർ. ACയുടെ നീളം കിട്ടി. ഇനി അടുത്തത് ഏതിൻ്റെ നീളം, BCയുടെ നീളം. ഇതെങ്ങനത്തെ ലൈനാണ്, വെർട്ടിക്കൽ, കുത്തനെയുള്ള വര. ഇതിലെ ഏതാണ് തുല്യമായിട്ടുള്ളത്, x കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ഏത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ മതി, y കോർഡിനേറ്റ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അതായത് 15
-6 എത്രയാ 9. അപ്പോൾ ബി സി എത്ര കിട്ടി 9 സെൻറ്റിമീറ്റർ. എ സി എത്ര കിട്ടി 6 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എ ഡിയും ബി ഡിയും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ പി ഡിയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? ഈ രണ്ട് ട്രയാങ്കിളും എങ്ങനത്തെ ട്രയാങ്കിളാണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ അല്ല, സിമിലർ ട്രയാങ്കിൾസ്. അതായത് ഇതിൻ്റെ ആംഗിൾസ് എല്ലാം സെയിം ആണ്. അപ്പോൾ എന്തായിരിക്കും? സൈഡ്സൊക്കെ എന്തായിരിക്കും? ഒരേ റേഷ്യോയിലായിരിക്കും, ഒരേ അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ നോക്കിയേ, ഇവിടെ 90, ഇവിടെയും 90. ഈ ഒരു ആംഗിള് ഈ ട്രയാങ്കിളിനും ഈ ആംഗിൾ കോമൺ ആണ്. ഈ ചെറിയ ട്രയാങ്കിൾ എടുത്താലും അതായത് ഇതിലെ വശങ്ങളുടെ റേഷ്യോ എടുത്തപ്പോൾ ഇവിടെ നമുക്ക് അറിയണം രണ്ട് വശം എ സി ബി സി. അപ്പോൾ എ സി ബൈ ബി സി എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 6/9. അപ്പോൾ അതിൻ്റെ റെസ്പെക്റ്റീവ് സൈഡ്സ് ഏതൊക്കെയാണ്? എ സിക്ക് പകരം ഇവിടെ ഏതാ? ഈ ട്രയാങ്കിളിന് എ ഡി. അപ്പോൾ എ ഡി ബൈ പി ഡി. പി ഡി ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? 6/9 തന്നെയായിരിക്കും. അതായത് ഇത് വെട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2/3 അല്ലേ? അപ്പോൾ എ ഡി എത്രയാണെന്ന് കിട്ടി? 2 സെൻറ്റിമീറ്റർ. പി ഡി എത്രയാണെന്ന് കിട്ടി? 3 സെൻറ്റിമീറ്റർ. എ ഡി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ, പി ഡി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എ എത്രയാണ്? 4, 6. സി എത്രയാണ്? 10, 6. അപ്പോൾ ഡിയും തന്നെയാണ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ ഒരു പോയിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെയും വൈ കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 6 ആയിരിക്കും. ഇനി ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്ര ആയിരിക്കും? ഇവിടെ എ 4 ആണ്. എ ഡി എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത്. അതായത് 4ൻ്റെ കൂടെ 2 സെൻറ്റിമീറ്ററും കൂടി ആഡ് ചെയ്ത് 6 ആയിരിക്കും ഇവിടുത്തെ ഡിയുടെ എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് ഈ ഒരു ലൈനിൽ എല്ലാത്തിൻ്റെയും വൈ കോർഡിനേറ്റ് എന്ത് തന്നെയാണ്? 6. അപ്പോൾ ഡിയുടെ കോർഡിനേറ്റ് നമുക്ക് കിട്ടി 6, 6 കിട്ടിയില്ല. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? പിയുടെ സൂചക സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4, 6. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പിയുടെ സൂചക സംഖ്യയാണ്. പിയുടെ സൂചക സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ പി ഡി നോക്കിയേ, പി ഡി എന്ത് ലൈനാണ്? വെർട്ടിക്കൽ ലൈനാണ് അല്ലേ? കുത്തനെയുള്ള വരയാണ്. അപ്പോൾ പിയുടെയും ഡിയുടെയും ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഡിയുടെ നമുക്ക് 6, 6 കിട്ടി. അപ്പോൾ ഡിയുടെ എക്സ് കോർഡിനേറ്റ് എന്താ? 6. അപ്പോൾ അത് തന്നെയായിരിക്കും പിയുടെയും എക്സ് കോർഡിനേറ്റ്. 6 കിട്ടിയല്ലോ. അപ്പോൾ ഇത് 6 ആണ്. ഇനി അടുത്തത് വൈ കോർഡിനേറ്റ് എങ്ങനെ കിട്ടും? ഇവിടെ നമുക്ക് പി ഡി എത്രയാണെന്ന് അറിയാം. പി ഡി എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പിയുടെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങിയപ്പോൾ 2 സെൻറ്റിമീറ്റർ കൂടി 4 + 2 6 എക്സ് കോർഡിനേറ്റ് കിട്ടി. ഇനി പിയുടെ വൈ കോർഡിനേറ്റ് എന്താണ്? ഇവിടെ നിന്ന് എത്ര പൊക്കത്തിൽ പോയി? ഇവിടെ ഓൾറെഡി എത്രയാണ് വൈ കോർഡിനേറ്റ്? 6. ഇതിൽ നിന്ന് പിന്നെ ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ കൂടി അല്ലേ? പി ഡിയുടെ ലെങ്ത് എത്രയാണ്? ഇത് 3 സെൻറ്റിമീറ്റർ. ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? ഇവിടുത്തെ പോയിൻ്റ് എത്രയാണ്? 6. ഈ 6ൻ്റെ കൂടെ ഇവിടെ ഓൾറെഡി വൈ കോർഡിനേറ്റ് എത്രയാണ്? 6. അതിൻ്റെ കൂടെ ഈ ഒരു ലെങ്ത്തും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടി? 3. അപ്പോൾ 9, 6, 9. പിയുടെ കോർഡിനേറ്റ് എന്ത് കിട്ടി? 6, 9. എങ്ങനെയാണെന്ന് മനസ്സിലായി? എ ഡി എത്ര സെൻറ്റിമീറ്ററാണ്? 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഡിയുടെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 6. വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിലെ ഏതൊരു പോയിൻറ്റിൻ്റെയും വൈ കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? 6, 6, 6 സെയിം തന്നെയായിരിക്കും. അപ്പോൾ ഡിയുടെ പോയിൻ്റ് കിട്ടിയല്ലോ. ഇനി പിയുടെ പോയിൻ്റാണ് വേണ്ടത്. പി ഡി ഒരു വെർട്ടിക്കൽ ലൈനാണ്. ഈ ലൈൻ്റെ ഏത് കോർഡിനേറ്റ് സെയിം ആയിരിക്കും? എക്സ് കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഡിയുടെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? 6. ആ 6 തന്നെയായിരിക്കും പിയുടെയും എക്സ് കോർഡിനേറ്റ്. ഇനി പിയുടെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പിയുടെ വൈ കോർഡിനേറ്റ് ഇവിടെ ഡിയുടെ വൈ കോർഡിനേറ്റ് എത്രയാണ്? 6. പി ഡിയുടെ ലെങ്ത്ത് നമ്മളിവിടെ കണ്ടുപിടിച്ചു. പി ഡി എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ
ഇവിടം 6 ആണ്. ഇവിടെ നിന്ന് തുടങ്ങി വീണ്ടും 3 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് പി എന്ന ബിന്ദു ഇരിക്കുന്നത്. അതായത് 6 + 9. അല്ലെങ്കിൽ ഇനി ഇതിനും വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇവിടെ നിന്ന് വലത്തോട്ട് 2 സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് പി എന്ന ബിന്ദു ഇരിക്കുന്നത്. അതായത് 4 + 2 6. മനസ്സിലായോ? 4 + 2 6, 6 + 3 9. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്രം 4, 5 ആയ വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവാണ് 1, 1. ഈ വൃത്തത്തിൻ്റെ ആരം എത്രയാണ്? വൃത്തത്തിൻ്റെ സമവാക്യം എന്താണ്? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സെൻറ്റർ, വൃത്തത്തിൻ്റെ കേന്ദ്രം എന്താ? 4, 5. അത് നമ്മൾ x1 y1 ആയിട്ടാണ് എടുക്കണേ. പോയിൻ്റ് XY ആയിട്ടാണ് എടുക്കണേ. 1, 1. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? റേഡിയസ്, അതായത് കേന്ദ്രത്തിൽ നിന്ന് ആ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇത് √ എന്താണ്? x - x1² അല്ലെങ്കിൽ x1 - x² എന്തായാലും മതി. ഇപ്പോൾ നമുക്കിവിടെ x1 - x 4 - 1 എത്രയാ? 3² പ്ലസ് 5 - 1 എത്രയാ? 4² ഈക്വൽ ടു 9 + 16 ഈക്വൽ ടു √25 ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. ആരെത്രയാണെന്ന് കിട്ടിയില്ലോ? 5 സെൻറ്റിമീറ്റർ. എന്താ ഇവിടെ ഉപയോഗിച്ചത്? ഡിസ്റ്റൻസ് ഫോർമുല. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കുക? എന്ത് ചെയ്യാം? √x - x1² പ്ലസ് y - y1². അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചും പറയാം. മനസ്സിലായില്ലേ? ഓർഡർ സെയിം ആയിരിക്കണം എന്നുള്ളൂ. ഇനി അടുത്തത് വൃത്തത്തിൻ്റെ സമവാക്യം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? വൃത്തത്തിൻ്റെ സമവാക്യം x - x1² പ്ലസ് y - y1² ഈക്വൽ ടു r². ഇതിൽ എക്സിന് വില കൊടുക്കാൻ പാടുണ്ടോ? എക്സിന് 1, 1 കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. സമവാക്യം ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ചോദിച്ചാൽ അതിൽ എക്സും വൈയും കാണും. അപ്പോൾ x - x1 പകരം 4² പ്ലസ് y - 5² ഈക്വൽ ടു r². ഇനി ഇതിന് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഈ വൃത്തം x അക്ഷത്തെ മുറിച്ച് കടക്കുന്ന ഒരു ബിന്ദുവിൻ്റെ സൂചക സംഖ്യ കണക്കാക്കുക. ഈ ഒരു സർക്കിള്, ഈ ഇക്വേഷനുള്ള സർക്കിള് x ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു സർക്കിള് x ആക്സിസിൽ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ആ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ x ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ x ആക്സിസിലുള്ള പോയിൻ്റ്. എന്ന് വെച്ചാൽ അതിൻ്റെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ yക്ക് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താവും? x - 4² ഈക്വൽ ടു yക്ക് പകരം 0 - 5² ഈക്വൽ ടു 25. x - 4² പ്ലസ് -5² എന്താ? 25 ഈക്വൽ ടു 25. ഈ 25 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഈക്വൽ ടു 25 - 25 0 ആയി മാറും. അതായത് x - 4 എന്താവും? 0. x ഈക്വൽ ടു എന്താണ്? 4. അപ്പോൾ ഏതാ പോയിൻ്റ്? x അക്ഷത്തെ മുറിച്ച് കടക്കുന്ന പോയിൻ്റ് ഏതാണ്? 4, 0. സൂചക സംഖ്യ 4, 0. x കോർഡിനേറ്റ് 4ഉം y കോർഡിനേറ്റ് 0യും. നിങ്ങൾക്കിത് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക. അതുപോലെ തന്നെ കമൻസ് അറിയിക്കുക. അപ്പോൾ കാണാം. ബൈ.